ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഷാംപൂ ബാർ ഉണ്ടാക്കുന്ന ഒരു ആയുർവേദ ഹെർബൽ ഷാംപൂ ബാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണുക. ഇന്നത്തെ വീഡിയോ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ കുറേ നാളായിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഒരു വീഡിയോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അതിന് നമുക്ക് ആവശ്യമുള്ളത്, ഞാനൊരു 50 ലിറ്റർ ഡിഷ് വാഷാണ് ഇപ്പോൾ ചെയ്യണത്. അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ഒരു 5 ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ഫിൽറ്ററിലത്തെ വെള്ളമാണ്, അതായത് നമ്മൾ ആർ ഒ വാട്ടർ ഒക്കെ കിട്ടുന്ന ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, ആ ഫിൽറ്ററിലത്തെ വെള്ളമാണ് കേട്ടോ. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഡിഷ് വാഷിൽ അടിയിൽ ഇങ്ങനെ ഒരു ഉപ്പ് ഊറി കിടക്കണ പോലെ ഈ സംഭവം നാശമാവുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ആർ ഒ വാട്ടറിലാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിലെങ്കിലും ചെയ്യണം, അത്രയും കൂടി ഫിൽറ്ററായിട്ടുള്ള വെള്ളത്തിൽ ചെയ്യാണ് ഏറ്റവും നല്ലത്, കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ഈ 5 ലിറ്റർ വെള്ളം ഞാൻ ഒരു ബക്കറ്റിലേക്ക്, ഏകദേശം ഒരു വലിയ ബക്കറ്റാണിത്, ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഞാൻ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സംഭവം കയ്യിലൊന്നും ആവാതെ നോക്കണം, ഗ്ലൗസ് ഇടുക. അതേപോലെ തന്നെ കയ്യിലോ കണ്ണിലോ ഒന്നും ആവാതെ വേണം ചെയ്യാൻ. പിന്നെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം നന്നായി ചൂടാവും. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഇളക്കണ ഈ ഒരു വടി ഒരു സ്റ്റീലോ അലൂമിനിയോ ഒന്നും ആവരുത്, മരത്തിൻ്റെത് വെച്ചിട്ട് ചെയ്യുക. ആർ ഒ വാട്ടർ എന്ന് പറയണത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫിൽറ്ററിലത്തെ വെള്ളമാണ്. ഫിൽറ്റർ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ വലിയൊരു സിലിണ്ടർ പോലത്തെ ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു എന്താ പറയുക ഓക്സിജൻ കുറ്റി പോലത്തെ. അതിലത്തെ വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കേടായി വന്നിട്ടോ. കേടായി വന്നു വെച്ചാൽ അടിയിൽ ഇങ്ങനെ ഒരു ഉപ്പ് ഊറി നിൽക്കണ പോലത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫിൽറ്ററാണ് ആർ ഒ വാട്ടറിൻ്റെ. പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ സാധാരണ പൈപ്പ് വെള്ളത്തിൽ ഉണ്ടാക്കിയാലും മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ്. ഇതിങ്ങനെ 50 ലിറ്റർ ഉണ്ടാക്കുമ്പോൾ 10 ലിറ്റർ എനിക്ക് ഇവിടെ വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിതിൽ ഒഴിച്ച് കൊടുക്കുന്നത് സ്ലറി എന്ന് പറയും. ഇത് ഏകദേശം 3 ലിറ്റർ ഉണ്ട് ഈ സാധനം. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോഴും ഒക്കെ നന്നായി ശ്രദ്ധിക്കണം, കയ്യിലും കണ്ണിലും ഒന്നും ആവാതെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാനിതിടുമ്പോൾ ഇപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല, പക്ഷേ ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി ഒരുവിധം നന്നായി, ഇപ്പോൾ ഈ വെള്ളം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഒരുവിധം ഇളക്കി ഇത് എന്താ പറയുക, കുറേശ്ശെ ഇങ്ങനെ തെളിഞ്ഞ് വരാനും തുടങ്ങും. മാത്രമല്ല ഇതിൻ്റെ ചൂട് മാറുകയും വേണം, ഇങ്ങനെ കുറേശ്ശെ കട്ടിയായി വരും. നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് ഈ ഡിഷ് വാഷൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പൈസ ആവില്ല. കുറച്ച് മുന്നേ ഇതിൻ്റെ മെറ്റീരിയലിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ വന്നപ്പോൾ നല്ല കൂടുതലാണ് മുന്നത്തേനേക്കാളും. പിന്നെ നമുക്ക് വാങ്ങിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും നല്ല റേറ്റ് കുറവിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും ആ പൈസക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു മാത്രം. ഇനി ഇതിലേക്കൊരു 1/4 കിലോ ഉപ്പ് ചേർക്കാനുണ്ട്. ഈ ഉപ്പ് ഞാൻ ഒരു ലിറ്ററോളം വെള്ളത്തിൽ ഈ ഉപ്പ് കലക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മെല്ലെ ഇരുന്നിട്ട് കലങ്ങട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ഒരു SLES എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു വെള്ള കളറാണ്, ഒരു വെളിച്ചെണ്ണ പോലെ ഒരു വെള്ള കളറിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബക്കറ്റ് പോരാ. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കുമ്പോൾ വേറൊരു ബക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് വലിയ 75 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റായിരുന്നു അത്. ഈ അരിയൊക്കെ ഇട്ടേക്കണ പോലത്തെ വലിയ പാത്രം. ഞാൻ പെട്ടെന്ന് ആ ഓർമ്മ വിട്ട്. ഇതും നല്ല വലുപ്പമുള്ളത് തന്നെയാണ്, പക്ഷേ ഉണ്ടാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വന്ന് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ നിറയാൻ തുടങ്ങി. ഇത് നല്ലോണം നിറഞ്ഞപ്പോൾ എനിക്ക് ഇളക്കാൻ പറ്റാതായപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ, ഒരു 5-8 ലിറ്ററോളം ഞാൻ വേറെ ചെറിയൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇതിലും ഒക്കെ കൂടി ഇളക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ മാറ്റി വെച്ചൊക്കെയാണ്. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ ഇളക്കും തോറും ഇതിങ്ങനെ തെളിഞ്ഞ് വരും, ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരും. ഇനി ഇതിലേക്ക് ഉപ്പ് കലക്കി വെച്ച വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കണ വലിയൊരു മെഷീനുണ്ട്. അതായത് നമ്മൾ ഈ പുട്ടിയും പെയിൻറ്റൊക്കെ
എന്താ പറയുക മിക്സ് ചെയ്യണ ഒരു മെഷീനുണ്ട്. അത് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേനും അത് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കണത്. ഇത് നന്നായി ഇളക്കിയിട്ടാകുമ്പോൾ അത് കാണുന്ന പോലെയല്ല, ഭയങ്കര കയ്യടച്ചലാണ് ഉണ്ടാവുക അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ അടിവശം നമ്മൾ ഈ കാണുന്ന പോലെയല്ല, അത് കുറുകി വരും തോറും നമ്മൾ അത്രയും ശക്തിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായി ഇളക്കിയൊരു എന്താ പറയുക അരമണിക്കൂറോളം ഇനിയും ഇളക്കിയിട്ട് നന്നായി തെളിഞ്ഞ് വരും. നമുക്ക് കളറ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിന് ഞാൻ സ്മെല്ലിട്ടിട്ടുള്ളത് ലെമണിൻ്റെയാണ്. പെർഫ്യൂം നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇത് സെയിൽ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഈ കെമിക്കൽസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ കിട്ടും. ഇപ്പോൾ സോപ്പും പൊടിയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പറ്റണവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുണ്ട്. കാസ്റ്റിക് സോഡ കയ്യിലായാൽ കൈ പൊള്ളുന്നതാണ്. അതേപോലെ കുറച്ച് ഭയങ്കര ഒരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പുറത്ത് വെച്ചിട്ടും ഒക്കെ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതാണ്. 5 ലിറ്ററിൻ്റെ ബോട്ടിൽ, അതുപോലെ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ മാത്രം, അങ്ങനെ മാത്രമേ കൊടുക്കണുള്ളൂ. ചെറിയ ബോട്ടിലാക്കിയിട്ടൊന്നും കൊടുക്കണില്ല. ഞാൻ ആദ്യമൊക്കെ കൊടുത്തിരുന്നു. അതൊന്നും നമുക്ക് അതിലൊന്നും വലിയ ലാഭമൊന്നുമില്ല. വെറുതെ ഇത്രയും കെമിക്കലൊക്കെ നമ്മളെ മൂക്കിലും ഒക്കെ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. എൻ്റെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. 44 ലിറ്റർ വെള്ളവും പിന്നെ 6 ലിറ്റർ ആ 2 സംഭവം 3 അങ്ങനെ അത് 6 ലിറ്റർ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ പറയാൻ മറന്ന്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.